അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ കണ്ട് നിർവൃതി അടഞ്ഞിരിക്കുകയാണ് മക്കളെ. സിനിമ വേറൊന്നുമല്ല, കളംകാവൽ, നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളിന് ശേഷം മമ്മൂട്ടിയുടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കാത്തിരുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ ഈ മൂവിയെ പറയാം. ജിതിൻ കെ ജോസിൻ്റെ ഡയറക്ഷനിൽ മമ്മൂട്ടിയും വിനായകനുമൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഈ മൂവി എന്ന് പറയാം. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ മൂവി പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഈ മൂവിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ആ യൂഷ്വൽ ക്ലീഷേ ബ്രേക്കിംഗ് ആണ്. അതായത് യൂഷ്വലി കാസ്റ്റിങ്ങിൽ നായകൻ വില്ലൻ എന്ന ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ, പക്ഷേ ഈ മൂവിയിൽ നായകനും വില്ലനും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് മൂവിയുടെ റിവ്യൂസ് കണ്ട ഏതാനും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു റുട്ടീൻ പോലീസ് ഇൻക്വയറിയിൽ തുടങ്ങി അൺസോൾഡ് ആയിട്ടുള്ള മിസ്റ്ററീസിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കിടിലൻ പടം തന്നെയാണിത്. യൂഷ്വൽ കമ്മ്യൂണൽ വയലൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ എത്തുന്ന ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസർ അവസാനം എത്തിച്ചേരുന്നത് ഒരു ചെയിൻ ഓഫ് മിസ്സിംഗ് കേസസിലേക്കാണ്. അങ്ങനെയാണ് സിനിമയുടെ പ്ലോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കാരനെ തുടക്കം തൊട്ട് തന്നെ വളരെ ക്യൂരിയസ് ആയിട്ട് ഇരുത്താനുള്ളൊരു കഴിവ് ഇതിനകത്ത് ഡയറക്ടർ കാണിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയെ നമ്മളൊരു വ്യത്യസ്ത രീതിയിൽ കാണുമ്പോഴുള്ള ഒരു സന്തോഷവും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ കാണുമ്പോഴുണ്ടായിരുന്നു. കാരണം എല്ലാ തവണയും ഒരു നായകനോ ചോക്ലേറ്റ് ഹീറോയോ റൊമാൻസോ അല്ലെങ്കിൽ ഹീറോയിസമോ കാണിക്കുന്നതിനപ്പുറത്തേക്ക് നായകന് ചില വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് മമ്മൂട്ടി ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അത്രയും നല്ല രീതിയിൽ മമ്മൂട്ടി ഈ മൂവിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏർലി 2000s ആണ് സിനിമയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്തെ എല്ലാത്തരം കാര്യങ്ങളും വിഷ്വൽസിൽ ഉൾപ്പെടുത്താനായിട്ടും ഈ സിനിമയുടെ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഫൈസൽ അലിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചെയ്തിരിക്കുന്നത് മുജീബ് മജീദുമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. അതുമാത്രമല്ല ഫൈറ്റ് സീൻസ് പറയാതെ പറ്റത്തില്ല, നല്ല സൂപ്പർ ഫൈറ്റ് സീൻസാണ്. പിന്നെ വിനായകനും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു കോംബോ സീൻസ് കുറേ വരുന്നുണ്ട്, അതും അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. മമ്മൂട്ടിയും വിനായകനെയും കൂടാതെ രജിഷ വിജയനും ശ്രുതി രാമേന്ദ്രനും ഒക്കെ ഈ മൂവിയിൽ സപ്പോർട്ടിംഗ് റോൾസിൽ വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ റോൾ എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശരിക്കും മമ്മൂട്ടി സിനിമയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ എക്സ്പ്രഷൻ വരെയും മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും മമ്മൂട്ടി സിനിമയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷവും എവിടെയൊക്കെയോ ഇൻകംപ്ലീറ്റ് ഫീലാണ് എനിക്ക് തോന്നിയത്. ഇനിയും എന്തൊക്കെയോ ചുരുളഴിയാനുള്ളതുപോലെ തന്നെയാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷവും തോന്നിയത്. ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടു കഴിയുമ്പോൾ തോന്നിയിട്ടുണ്ടാവുക. ഒരു പക്ഷേ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കാം അത്. എന്ത് തന്നെയാണെങ്കിലും സിനിമ കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുന്ന പൈസ എന്തായാലും വേർത്ത് തന്നെ ആയിരിക്കും.